ഹലോ ഓൾ, ക്രിസ്റ്റലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കാണുവാനായി പോവുക പേപ്പർ ടു കൊമേഴ്സിന്റെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ ചോദ്യങ്ങളെന്നും അതിന്റെ ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ബി മെയ്ഡ് ത്രൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂട്ട്സ്. അപ്പം എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ അകത്തോടെ നമ്മൾ കാണുക, താഴെ പറയുന്ന മാർഗങ്ങളിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് സഹായകമാകുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം, അല്ലെങ്കിൽ ഓരോ മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ FDI. സെക്കൻഡ് വൺ ഈസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് തേർഡ് വൺ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോർത്ത് വൺ ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പം ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാനായിട്ട് സഹായകമാകുന്ന മാർഗങ്ങൾ എന്നിവയാണ് നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര ഓപ്ഷൻസ് തന്നിട്ടുണ്ട്? 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് 1, 3 and 4. സെക്കൻഡ് വൺ 1, 2, 3 and 4. തേർഡ് വൺ 2, 3 and 4. ആൻഡ് ഫോർത്ത് വൺ 1 and 4. അപ്പം ഇതിൻ്റെ അകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ, അല്ലെങ്കിൽ കറക്റ്റ് റൂട്ടുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ, അപ്പം നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ അകത്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ ബി ആണ്. എന്തായിരുന്നു ബിക്കകത്ത് പറഞ്ഞിരുന്നത്? 1, 2, 3 and 4. അപ്പം 4 എണ്ണവും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 4 എണ്ണവും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് സഹായകമാകുന്ന മാർഗങ്ങളാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് അതെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്? ഇറ്റ് ഈസ് ദ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഷെയർസ് ഓഫ് എ ഫോറിൻ കമ്പനി. ഓക്കെ, അപ്പൊ അവിടെ നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷെയർസ് ഓഫ് എ ഫോറിൻ കമ്പനി. ഒരു ഫോറിൻ കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഫോറിൻ ബിസിനസിന്റെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫോറിൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മളിവിടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുക. നെക്സ്റ്റ് വൺ ഈസ് FPI. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് നടുക്ക് വരുന്ന രണ്ട് വാക്കുകൾ തമ്മിൽ വ്യത്യാസമുള്ളൂ. അതിന്റെ അകത്ത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, നെക്സ്റ്റ് വണ്ണിൽ അത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ എന്താണ് ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്? FPI ആർ ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ സെക്യൂരിറ്റീസ് ഓഫ് ഫോറിൻ കൺട്രീസ്. അപ്പം ഇതിനകത്ത് നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടത് എന്തായിരുന്നു? ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ ബിസിനസിന്റെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റ് രാജ്യത്തെ സെക്യൂരിറ്റികളിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്, മറ്റ് മേഖലകളിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റുകളെ എല്ലാം നമുക്ക് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് PEI. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്. ദേ ആർ ദ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ ദ പ്രൈവറ്റ് കമ്പനീസ് ഓർ കമ്പനീസ് വിച്ച് ആർ നോട്ട് ലിസ്റ്റഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ സാധാരണയായിട്ട് നോക്കുമ്പോൾ നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക? പ്രധാനമായിട്ടും നമ്മൾ ലിസ്റ്റഡ് കമ്പനീസിലായിരിക്കും അല്ലെ. അത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിലൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ഒക്കെ വാങ്ങുകയൊക്കെ ചെയ്യുക. അപ്പം ഈ ഒരു PEI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ് കമ്പനികളിൽ അല്ലെങ്കിൽ ലിസ്റ്റഡ് അല്ലാത്ത കമ്പനികളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന്, അതായത് ഫോറിൻ കമ്പനീസിലെ തന്നെ ലിസ്റ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനാണ് PEI കൊണ്ട് അർത്ഥമാക്കുക. നെക്സ്റ്റ് വൺ ഈസ് FVCI. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ്. ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്. ദേ ആർ ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ഫോം ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഇൻ ദ ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിലെ വെഞ്ചർ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, അതായത് ആ ഒരു ലോങ് ക്യാപിറ്റൽ, ഒരു ലോങ് ടൈം ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് കൊണ്ട് അർത്ഥമാക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ, FDI ആയിക്കോട്ടെ, FPI ആയിക്കോട്ടെ, അതുപോലെ തന്നെ PEI ആയിക്കോട്ടെ, ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ FVCI ആയിക്കോട്ടെ, ഏതാണെങ്കിലും അത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് സഹായകമാകുന്ന മാർഗങ്ങളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാം 1, 2 and 3 and 4 4 ഓപ്ഷൻസും ഇതിനകത്ത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Merger of two companies under the Board for Industrial and Financial Reconstruction (BIFR) supervision is known as offer for sale, negotiated merger, reverse merger, arranged merger. Okay, അതായത് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അത് എന്താണ് പറയുക? മെർജർ, രണ്ട് കമ്പനീസിലെ മെർജർ ആരുടെ സൂപ്പർവിഷനിൽ? BIFRന്റെ സൂപ്പർവിഷനോട് കൂടി രണ്ട് കമ്പനീസ് മെർജർ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പം ചിലർക്കൊക്കെ ആൻസർ അറിയായിരിക്കും, ചിലർക്കൊന്നും ആൻസർ അറിയില്ലായിരിക്കും. അപ്പം നമുക്ക് ഏതാണ് ആൻസർ എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ആൻസർ D ആണ്.
അറേഞ്ച്ഡ് മെർജർ എന്നാണ് അതിന് പറയുന്ന പേര്. എന്താണ് അറേഞ്ച്ഡ് മെർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അറേഞ്ച്ഡ് മെർജർ മീൻസ് ദ കമ്പൽസറി മെർജർ ഓഫ് സിക്ക് കമ്പനീസ് ബൈ BIFR. അതായത് BIFRന്റെ നേതൃത്വത്തോടു കൂടി സ്ട്രിക്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് ചില മെർജറുകൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പം അത് എന്തിനു വേണ്ടിയിട്ടാണ്? സിക്ക് കമ്പനീസ് റിവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ത്? അറേഞ്ച്ഡ് മെർജർ. അവിടെ എന്താണ് നടത്തുക? രണ്ട് കമ്പനികൾ അവിടെ മെർജ് ചെയ്യപ്പെടുന്നു. ഒരു ചില കമ്പനികൾ, വളരെ നഷ്ടത്തിൽ പോകുന്ന കമ്പനികളെയൊക്കെ ഒന്ന് കരകയറ്റിക്കൊണ്ട് വരാൻ, ഒന്ന് പച്ച പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആര് ചെയ്യുന്ന പരിപാടിയാണ്? അത് BIFR ചെയ്യുന്ന പരിപാടിയാണ്. ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. അവരുടെ ജോലി തന്നെ ഈ പരിപാടിയാണ്. എന്താണ്? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓർഡർ ടു റീഹാബിലിറ്റേറ്റ് ദ സിക്ക് കമ്പനീസ് ത്രൂ മെർജർ. മെർജറിലൂടെ ഇത്തരത്തിൽ സിക്ക് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊട്ടിക്കിടക്കുന്ന കമ്പനികൾ, അല്ലെങ്കിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ആ രീതിയിലേക്ക് നമുക്ക് ലോസ് മേക്കിംഗ് ആയിട്ട് വരുന്ന കമ്പനികൾ, അത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഒന്ന് എന്ത് ചെയ്തുകൊണ്ട് വരിക? ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനെയാണ് നമ്മൾ BIFR എന്ന് വിളിക്കുക. അപ്പം ആ ഒരു, അല്ലെങ്കിൽ അത്തരത്തിൽ അവർ നടത്തുന്ന ആ ഒരു മെർജറിന് പറയുന്ന പേരാണ് അറേഞ്ച്ഡ് മെർജർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഡക്ട്സ് ആർ കെപ്റ്റ് ഔട്ട്സൈഡ് ദ പെർവ്യൂ ഓഫ് GST? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. ടുബാക്കോ പ്രൊഡക്ട്സ്, പെട്രോളിയം പ്രൊഡക്ട്സ്, എഡിബിൾ ഓയിൽ, ഇൻഷുറൻസ് പ്രൊഡക്റ്റ്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഏതാണ് GSTയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയേക്കുന്നത്? ഓക്കെ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് കരുതുന്നു. ചിലർക്ക് ചെറിയ കൺഫ്യൂഷൻ കാണും. ഒരു 2 ഓപ്ഷൻസ് തമ്മിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാനായിട്ട് ചെറിയ സാധ്യതയുണ്ട്. എങ്കിലും മിക്ക കുട്ടികൾക്കും ഇതിന്റെ റൈറ്റ് ആൻസർ കിട്ടി കാണുമെന്ന് കരുതുന്നു. എപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ബി ആണ്. എന്താണ് ബി? പെട്രോളിയം പ്രൊഡക്ട്സ്. ഓക്കെ, പെട്രോളിയം പ്രൊഡക്ട്സ് സച്ച് ആസ് ക്രൂഡ് ഓയിൽ, മോട്ടോർ സ്പിരിറ്റ് ആണ് ഈ പെട്രോൾ എന്ന് പറയുന്നത്. അപ്പം ഡീസൽ, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ഫ്യൂവൽ അറിയായിരിക്കുമല്ലോ അല്ലെ? വിമാനത്തിനകത്തൊക്കെ ഒഴിക്കുന്ന ആ ഒരു ഫ്യൂവലാണ് ഏവിയേഷൻ ഫ്യൂവൽ. ആർ എക്സെപ്റ്റ് ഫ്രം GST ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നതാണ്. എന്താണ്? പെട്രോളിയം പ്രൊഡക്ട്സ് GSTയുടെ പരിധി കൊണ്ടുവരണം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതായത് എന്താണ്? ഈ ഒരു പെട്രോളിയം പ്രൊഡക്ട്സിനെ GSTയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, നിലവിൽ GSTയുടെ പരിധിയിലല്ല, മറ്റു പരിധികളിൽ എന്ന് പറഞ്ഞതിന് ടാക്സ് ഇല്ല, അല്ലെങ്കിൽ ടാക്സിൽ നിന്ന് ഒഴിവാക്കിയതെന്നല്ല, GSTയുടെ പരിധിയിൽ നിന്ന് പെട്രോളിയം പ്രൊഡക്ട്സിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ ഈസ് ഓൾസോ കെപ്റ്റ് ഔട്ട്സൈഡ് ദ പെർവ്യൂ ഓഫ് GST. ഓക്കെ, ആൽക്കഹോളിനെ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞ് ആൽക്കഹോളിന് GST ഇല്ല എന്നല്ല, ഇതിനേക്കാളും വലിയ തരത്തിലുള്ള ഒരു GST ആണ് ആൽക്കഹോളിന് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ആൽക്കഹോൾ, അതുപോലെ പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ ഈ ഒരു GSTയുടെ പെർവ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫങ്ഷണൽ ലീഡർഷിപ്പ് തിയറി ഈസ് അസോസിയേറ്റഡ് വിത്ത്. അതായത് ഫങ്ഷണൽ ലീഡർഷിപ്പ് തിയറി ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഹാക്മാൻ ആൻഡ് വാൾട്ടൺ ആൻഡ് മക്ഗ്രാത്ത്, ബെർണാഡ് ആൻഡ് ഓഡ്വാർഡ് ടീഡ്, സി കൂൺസ് ആൻഡ് ഒഡോണൽ, ഡി ആൽഫ്രഡ് ആൻഡ് ബീട്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ ചിലപ്പം മറ്റു രീതിയിലായിരിക്കും. എനിവേ, എന്തായാലും ഈ ഒരു പേരുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതാണ്? നിങ്ങൾക്ക് ആൻസർ അറിയാമെന്ന് കരുതുന്നു. ഫങ്ഷണൽ ലീഡർഷിപ്പ് തിയറി, ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് HRM എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൻ്റെ അകത്തുള്ളതാണ്. ഓക്കെ, ആൻസർ കിട്ടിയെന്ന് കരുതുന്നു. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്. ഫങ്ഷണൽ ലീഡർഷിപ്പ് തിയറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹാക്മാൻ ആൻഡ് വാൾട്ടൺ ഇൻ 1986 ആൻഡ് ഓൾസോ മക്ഗ്രാത്ത് ഇൻ 1962. അതായത് ഈ ഒരു 2 വർഷങ്ങളിലായിട്ട് ഇവർ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ട തിയറികളാണ്. ആദ്യം അത് മക്ഗ്രാത്ത് 1962 ഇത്തരത്തിലുള്ള ഒരു ഐഡിയ ഫോർമുലേറ്റ്, അല്ലെങ്കിൽ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഹാക്മാൻ ആൻഡ് വാൾട്ടൺ 1986 ഇതിനെപ്പറ്റി, അല്ലെങ്കിൽ അതിനുശേഷമാണ് ഇതൊരു തിയറി ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തു വരിക. ഓക്കെ, അതെങ്ങനെയാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തത്? ബൈ സ്റ്റഡിയിങ് ദ സക്സസ്ഫുൾ ലീഡേഴ്സ് ആൻഡ് ദെയർ ബിഹേവിയർ. അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിന്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്തു. എങ്ങനെ അവർ വിജയപ്രദമായിട്ടുള്ള, അല്ലെങ്കിൽ വിജയകരമായിട്ടുള്ള ലീഡേഴ്സായി, അവരുടെ ജീവിത വിജയം എങ്ങനെയായിരുന്നു, അവരുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിൽ നിന്ന് ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്തു. അതാണ് എന്ത്? ഫങ്ഷണൽ ലീഡർഷിപ്പ് തിയറി. ഓക്കെ, അപ്പം ഇതാരാണ് കൊണ്ടുവന്നത്? ഹാക്മാൻ ആൻഡ് വാൾട്ടൺ ആൻഡ് മക്ഗ്രാത്ത്. അതുകൊണ്ടാണ് ഇത് 3ആയിട്ട് നമ്മൾ രണ്ട് ആൻഡ് ഇടയ്ക്ക് വന്നേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഹാക്മാൻ, വാൾട്ടൺ ആൻഡ് മക്ഗ്രാത്ത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിനകത്ത് ഇതെന്തിനാണ് ഇതിനകത്ത് ഹാക്മാൻ ആൻഡ് വാൾട്ടൺ ആൻഡ് മക്ഗ്രാത്ത് എന്ന് പറഞ്ഞേക്കുന്നത്? ഇത് ഹാക്മാൻ ആൻഡ് വാൾട്ടൺ രണ്ടുപേരും കൂടി ഒന്നിച്ച് 1986 ഒന്ന് കൊണ്ടുവന്നു. പിന്നീട്, അല്ലെങ്കിൽ അതിനു മുമ്പായിട്ടാണ് മക്ഗ്രാത്ത് 1962 കൊണ്ടുവന്നിരിക്കുന്നത്.
ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു പേര് കമ്പൈൻ ചെയ്ത് ഈ രീതി പറയുക. അപ്പൊ ഈ ഒരു തിയറി പ്രകാരം എന്താണ് പറയുക? അക്കോർഡിംഗ് ടു ദിസ് തിയറി all the requirements of a group should be met so that the future goals are met efficiently. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം, അതായത് ഒരു ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഉള്ള റിക്വയർമെന്റ്സ് എല്ലാം നമ്മൾ ഇപ്പോഴേ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിലോട്ടും നമ്മുടെ റിക്വയർമെന്റ്സ് അന്നേരം ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതായത് ചെറിയ കാര്യങ്ങളിൽ തൊട്ട് നമ്മൾ എല്ലാം ക്ലിയർ ആയിട്ട് പക്കയായിട്ട് പോയെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിലും നമുക്ക് അന്നേരത്തെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഒരു ചെറിയ ഗ്രൂപ്പുകളിലുള്ള കാര്യങ്ങൾ ആദ്യമേ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് പിന്നീട് അത് ഫ്ലറിഷ് ചെയ്ത് ഫ്യൂച്ചറിലോട്ടും അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സക്സസ്ഫുൾ ആവാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരിക്കലും നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് തിങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫ്യൂച്ചറിൽ ഒരിക്കലും നമുക്കത് സക്സസ് ആക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ഒരു കാര്യമാണ് ഫങ്ഷണൽ ലീഡർഷിപ്പ് തിയറിക്കകത്തോടെ പറയുക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്റർനാഷണൽ ലിക്വിഡിറ്റി, ഇൻഡിക്കേറ്റ് ദ കറക്റ്റ് കോഡ്. ഓക്കെ, അപ്പം ഇന്റർനാഷണൽ ലിക്വിഡിറ്റിക്കകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അത് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, സെക്കൻഡ് വൺ ബോറോയിങ് കപ്പാസിറ്റി ഓഫ് ദ വേരിയസ് കൺട്രീസ് ആൻഡ് തേർഡ് വൺ ഗോൾഡ് റിസർവ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് നമ്മുടെ ഇന്റർനാഷണൽ ലിക്വിഡിറ്റിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്നാണ് നോക്കേണ്ടത്. അപ്പം 4 ഓപ്ഷൻസ് നമുക്കുണ്ട്. എന്തൊക്കെയാണ്? 2 and 3, 1 and 2, 1 and 3, 1, 2 and 3. ഓക്കെ, ഇതിനകത്ത് ബോറോയിങ് കപ്പാസിറ്റി ഓഫ് ദ വേരിയസ് കൺട്രീസ് എന്ന് കൊടുത്തിരിക്കുന്നത് 2 ആട്ടോ, നോക്കിക്കോണം. അപ്പം ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. ആൻസേഴ്സും കുറേ പേർക്ക് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് കറക്റ്റ് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്. ഇതാണ് ഓപ്ഷൻ ഡി, 1, 2 and 3. അതായത് മൊത്തം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 3 എണ്ണവും കറക്റ്റ് ആണ് എന്നുള്ളതാണ്. International liquidity means the assets which can be used for the payments of international transactions. Okay, international transactionsil നമുക്ക് യൂസ് ചെയ്യാവുന്ന പേയ്മെന്റ് മെത്തേഡ്സുകളാണ് നമുക്ക് ഇതിനകത്ത് കാണുക. അപ്പം ഈ ഒരു പറഞ്ഞിരിക്കുന്ന 3 പേയ്മെന്റ് മെത്തേഡ്സ്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നമുക്ക് പേയ്മെന്റ് ചെയ്യാം, അതുപോലെ തന്നെ ബോറോയിങ് കപ്പാസിറ്റി ഓഫ് വേരിയസ് കൺട്രീസിന്റെ ബോറോയിങ് കപ്പാസിറ്റി നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കൺട്രീസിന്റെ ഗോൾഡ് റിസർവ്സും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. 3ഉം ഇതിനകത്ത് കറക്റ്റ് ആൻസർ ആണ്. Here the foreign exchange reserves of bank, borrowing capacity of the countries from IMF and gold reserve by RBI are acceptable for international liquidity. ഓക്കെ, അതായത് എന്തൊക്കെ വരുന്നുണ്ട്? നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ബാങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഓരോ കൺട്രീസിലെയും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ബോറോയിങ് കപ്പാസിറ്റി ഓഫ് ദ കൺട്രീസ് ഫ്രം IMF നിന്ന് കടം വാങ്ങാം, അല്ലെങ്കിൽ IMF നിന്ന് കടം വാങ്ങാൻ പറ്റുന്ന ആ ഒരു പരിധി, ആ ഒരു രീതിയിൽ നമുക്ക് ഇത് നമുക്കൊരു ഇന്റർനാഷണൽ പേയ്മെന്റിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗോൾഡ് റിസർവ്, RBIയിൽ കെപ്റ്റ് ചെയ്തിരിക്കുന്ന ഗോൾഡ് റിസർവ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഇന്റർനാഷണൽ ലിക്വിഡിറ്റി എന്ന് പറയുക. ഓക്കെ, ഇന്റർനാഷണൽ പേയ്മെന്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ അല്ലെങ്കിൽ അസറ്റുകളെയാണ് നമ്മൾ ഇന്റർനാഷണൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ഒരു എമൗണ്ടും ഇവിടെ അർത്ഥമാക്കുക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അത്യാവശ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 1-2 എണ്ണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അത് വലിയ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല, എങ്കിൽ പോലും എന്താണ് ഫങ്ഷണൽ ലീഡർഷിപ്പ് തിയറി ഫോർമുലേറ്റ് ചെയ്ത് ആരാണെന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും നമ്മളത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ, കാരണം ആ ഒരു പേരുകളൊക്കെ ഓർത്തിരിക്കുക ചില ബുദ്ധിമുട്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.